കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്നും വലിയ ഉഗ്രശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ മലപ്പുറം എടപ്പാളിലും പരിസരങ്ങളിലും അസാധാരണമായ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ 10:15ഓടെയാണ് സംഭവമെന്നും നാട്ടുകാർ പറയുന്നു. രാവിലെ ഒരു 10-10:15 സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം, നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ട് കേട്ടത്. ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട്. അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത്. അതിന്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം പോകാത്തതുകൊണ്ട് നമുക്ക് ശബ്ദ മലിനീകരണം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഇതിപ്പോൾ നേരത്തെ വന്നത് 3 ജില്ലകളാണ്, വയനാട്, പാലക്കാട്, ഒപ്പം കോഴിക്കോട്. ഇപ്പോൾ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതുപോലെ കൃത്യം 10:15 ആ സമയത്ത് തന്നെയാണ് മറ്റിടങ്ങളിലും ഈ ഉഗ്രശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എടപ്പാളിലാണ് അങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അവരെന്താണ് പറയുന്നത്? ഇതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അധികൃതർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? നിലവിൽ എടപ്പാൾ വട്ടംകുളം ചന്തക്കുന്ന് എന്ന പ്രദേശത്ത് ഉള്ളയാളാണ് നമ്മളോടുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് രാവിലെ 10:15 കൂടി ഒരു ഉഗ്ര ശബ്ദം കേട്ടു എന്നുള്ളതാണ്. പിന്നീട് വീടിന്റെ മുകളിലേക്ക്, ടെറസിന് മുകളിലേക്ക് എന്തോ വീഴുന്ന പോലെയുള്ള ശബ്ദമായിരുന്നു കേട്ടത്. അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തെത്തി വാർത്ത കാണുന്ന സമയത്താണ് ഈ വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇത്തരം ശബ്ദമുള്ളതായി കേട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമീപത്തുള്ള മറ്റുള്ള പ്രദേശത്തെ ആളുകളെ കൂടി ബന്ധപ്പെട്ടപ്പോഴാണ് എല്ലാവരും ഇത്തരം ശബ്ദം കേട്ടതായി അറിയുന്നത്. ഇങ്ങനെയാണ് ഭൂമിക്കടിയിൽ ഒരു ശബ്ദം ഉണ്ടായതായി അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ആ സമയത്ത്, ഈ ശബ്ദമുണ്ടായ സമയത്ത് വീടിന്റെ ജനലുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു, വീടിന്റെ ഡോറുകളെല്ലാം തന്നെ അടഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഇദ്ദേഹം പറയുന്നത്. ഏതായാലും മലപ്പുറത്തിന് മറ്റിടങ്ങളിൽ ഇത്തരം ശബ്ദം ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതരും ഇപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ 4 ജില്ലകളിൽ സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കം, ശബ്ദവും ഒക്കെ കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ 4 ഇടങ്ങളിലും ഒരേ സമയത്ത് തന്നെ 10 മണിക്കും 10:30ക്കും ഇടയിലായിട്ടാണ് ഈ രീതിയിൽ ശബ്ദം കേട്ടതെന്ന കാര്യം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു.